കൊള്ളാം കേട്ടോ, കൊള്ളാം. എല്ലാം പുതിയ ആക്ടേഴ്സാണ് എല്ലാം അഭിനയിച്ചത്. കൊള്ളാം, നല്ല സിനിമയാണ്. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് കൊള്ളാം. കുറച്ച് ചെറിയ ട്വിസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ, അത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പടം ഒരു പുതുമയുള്ള കഥ, കുറച്ച് മ്യൂസിക്, സംഭാഷണം പിടിഞ്ഞു കളഞ്ഞേട്ടാ. നമസ്കാരം, എൻ്റെ പേര് അലീന സാജൻ. ഞാൻ കാത്തൊരു കല്യാണം എന്ന് പറഞ്ഞ ഫിലിമിൽ ശ്രേയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഫിലിം കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നതിൽ സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഞങ്ങൾ ഇതിലൂടെ പറയാൻ നോക്കുന്നത്. നല്ല രണ്ട് അടിപൊളി പാട്ടുകളുണ്ട്. എല്ലാവർക്കും ആ പാട്ടുകൾ ഇഷ്ടപ്പെടും. എല്ലാവരും കാണണം, നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഫിലിം കാണണം. അതാണ്. താങ്ക് യു സോ മച്ച്. എന്നാലും വലിയ സന്തോഷത്തിലാണ്. എല്ലാവരും ഒരുപാട് നല്ല അഭിപ്രായം പറയണുണ്ട്. പിന്നെ അതിൽ ഒരു എന്താണ് ഈ ഒരു മൂവിയിൽ നല്ലൊരു ക്യാരക്ടർ കൂടെ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. പിന്നെ ആ പാട്ടുകളെ കുറിച്ചും പടത്തിൻ്റെ ടോട്ടാലിറ്റിയും ക്ലൈമാക്സും ഒക്കെ എല്ലാവരും വളരെ തൃപ്തരാണ്. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന തന്നെ വലിയൊരു സന്തോഷം. അപ്പോൾ എല്ലാവരും വരൂ, വന്ന് കാണും. വരുന്ന പ്രേക്ഷകരോട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. ഇതൊരു ചെറിയ ബഡ്ജറ്റിലുള്ളൊരു സിനിമയാണ്. അപ്പം വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. അപ്പം കാണുന്നവർക്ക് ബോറടിക്കാതിരുന്ന് കാണാം. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടൊരു പ്രേമമാണ്. ഇതൊരു ഈ ഒരു ടൈപ്പിലൊരു കഥ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെക്കൻഡ് ഹാഫൊക്കെ നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴാണ് ആ സ്റ്റോറി ഒരു ട്വിസ്റ്റ് ആവുന്നത്. പുതുമുഖങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം. നല്ല മൂവിയാണ്. കുറേ നാളിന് ശേഷം കുറച്ച് നല്ല സ്റ്റോറി സെൻസ് ഒക്കെ ഉള്ളൊരു മൂവിയായിട്ട് തോന്നി. നല്ലൊരു എന്താ പറയുക, ടോട്ടലി ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ആക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എടുത്തു പറയേണ്ട, എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ചെയ്ത പോലെ തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു മൂവി, എല്ലാവരും വന്ന് കാണണം. ഒരു ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു നാട്ടിൻപുറത്ത് കഥ. അതായത് കഥ തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മളും ആ ഗ്രാമവാസിയായി മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്കും തോന്നുന്നത്. അതിനുശേഷം നല്ല തമാശകളിലും കാര്യങ്ങളിലുമായിട്ടൊക്കെ പോയി ഇടയ്ക്ക് വന്നു കഴിയുമ്പോഴത്തേന് വളരെ നമ്മളെ വിഷമത്തിൽ കൊണ്ട് ചെന്ന് എത്തിച്ച് വീണ്ടും ഒരു നല്ല രീതിയിൽ അവസാനിക്കുന്ന നല്ലൊരു കഥ. സൂപ്പർ. ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. കോമഡിയും എല്ലാം ഉണ്ട്, ആക്ഷൻസും കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല പടമാണ്. പുതിയൊരു തീമായിരുന്നു. നല്ല ചിരിക്കാനും ഉണ്ട്, പക്ഷെ നല്ല സ്റ്റോറിയുള്ള വളരെ നല്ല സിനിമയായിരുന്നു. ഇപ്പം ഈ ഇറങ്ങിയ ഏറ്റവും നല്ല ഒരു തീമും നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു. പിന്നെ പുതിയ നടനാണ് സിദ്ധു എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ നല്ല അഭിനയമായിരുന്നു. അതുപോലെ നായികമാരും വളരെ നന്നായിട്ട് അഭിനയിച്ചു. പുതിയൊരു തീമായിരുന്നു അത്. എല്ലാ സ്റ്റോറിയും പോലല്ല, നല്ല ബോറടി സോങ്സ് നല്ലായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോറി ഈക്വലി വെരി നൈസ്. നല്ല സിമ്പിളായിട്ടൊരു തീമായിരുന്നു. നല്ല മ്യൂസിക്കും അതായത് നമ്മൾ ഗ്രാമത്തിലെ ഉള്ളൊരു കഥ, പണ്ടത്തെ ഒരു ഇതിപ്പം ഒന്നുകൂടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇതായിരുന്നു. ഒരു പുതിയ കഥയായിരുന്നു. ആ കഥ പുതിയ ഒരു കഥയായിരുന്നു. നായകനും നായികയും മറ്റേ ഉള്ളവരെല്ലാം നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ സീനറികളൊക്കെ ഉണ്ടല്ലോ, ഈ നാട്ടിലെ ഒരു ഭംഗി, നാടിൻ്റെ ഒരു ഭംഗി അതിൻ്റെ അകത്ത് ക്യാമറ വളരെ നന്നായിരുന്നു. അതുപോലെ പാട്ട്, അത് ആകെപ്പാടെ നന്നായിരുന്നു. അത് പിന്നെ നമുക്ക് ഒട്ടും ഈ ബോറടിക്കത്തില്ലായിരുന്നു. അത് ആ സിനിമ കണ്ടാലേ ഒരു ശകലം പോലും ബോറടിക്കുന്ന ഒരു സിനിമയല്ലായിരുന്നു. വളരെ നന്നായിരുന്നു. ബ്ലഡുള്ളൊരു വില്ലേജ് മൂവിയായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് തീമായിരുന്നു. മ്യൂസിക്കൊക്കെ നല്ലതായിരുന്നു. ഞാൻ ഈ സിനിമയിൽ നായികയുടെ അമ്മ, അതായത് സുലോചന എന്നുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. തികച്ചും നല്ലൊരു വ്യത്യസ്തമുള്ള ഒരു ചിത്രം തന്നെ ആയിരുന്നു. നിങ്ങളെല്ലാവരും വന്ന് കാണുക. ഒരു ഗ്രാമത്തിൻ്റെ ഒരു കഥ പറയുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക.